താള് നമ്മളെ തൊടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. താളൊക്കെ പൊട്ടിച്ചെടുത്ത് അപ്പം ഇന്ന് താളും പൊളിയാണ്. ശരിക്കും ഇതിൻ്റെ തോല് ഫുള്ള് കളയാൻ പാടില്ല, തോല് വാങ്ങണതിന്. പക്ഷെ എല്ലാവരും തോലല്ല വേണ്ട. ഇനിയിങ്ങനെ താന്ന് പോകട്ടെ. ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കല്. എല്ലാവരും കുഞ്ഞ കഷ്ണമാക്കും, ഞാൻ കുഞ്ഞതൊന്നും ആക്കൂല, ഇത്ര വലിയതാക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ് കാട്ടൽ. അപ്പോൾ ഇതെങ്ങനെയായാലും നല്ല ഉടഞ്ഞ് പോവും. പിന്നെ ഇതിനെ വെറുതെ കഷ്ടപ്പെട്ട് കുഞ്ഞ കഷ്ണമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ വേവിടേനനുസരിച്ച് താവും. അപ്പോൾ ഇത് ഇനിയുണ്ട് ഇതിൽക്ക്. അത് താവുമ്പോഴതിനനുസരിച്ച് ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കാണ്. ഇവിടെ നല്ല ഇഷ്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തോനെ വേണം. അപ്പോൾ അതൊന്നും കൂടെ വേവുമ്പോൾ താന്നാൽ പിന്നെ നമുക്ക് കുക്കർ മൂടാം. ഇനി കുറച്ചും കൂടി ഉണ്ട്, ഇതും കൂടി കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെക്കട്ടെ. ഇത് കണ്ട ഇത്രയും ഉണ്ട്. ഇത് താവും. അപ്പം ഇത് ഫുള്ളും ഇവിടെ ചിലവാവും. ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോനെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ താന്നിട്ടാണ് നല്ല മൂടി വെക്കാം. ഇങ്ങനെ നല്ല വെന്ത് വരും. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് റെഡി ആവട്ടെ. പിന്നെ മുത്തുണ്ട് ചെടി ഒന്ന് ഫുള്ള് ഞങ്ങൾ ചെടി സെറ്റാക്കാൻ പോവാണ്. ചട്ടിയൊക്കെ ഒരുമാതിരി ആയിക്കണം. മണ്ണും ചകിരിച്ചോറൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇനിയപ്പോൾ അടുത്ത പരീക്ഷണം നടത്താൻ പോവാണ്. ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് നോക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെ യാത്രയും കൂടെ ആയിട്ട് നല്ലപോലെ നോക്കായിട്ടൊക്കെ ഫുള്ള് പോയിക്കണം. അപ്പോൾ ഒന്ന് ഫുള്ള് ചട്ടിയിലൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുകയാണ്. ചെറിയ ചട്ടിയിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ മുത്ത് ചകിരിച്ചോറിന് പോയിട്ടുണ്ട്. അപ്പം ഇനി ചെടിമ്പൊക്കെ ഇറങ്ങാൻ പോവാണ്. ഇത് അപ്പോഴേക്കിനും ഇവിടെ അങ്ങനെ ആവും. മുത്ത് വരുന്നുണ്ട് കേട്ടോ. സ്കൂട്ടി ഇട്ടാണ് പോയിക്കുന്നത് ചകിരിച്ചോറ് വാങ്ങാനേ ഇറങ്ങിങ്ങാണ്ട്. അതെന്താ ഇത് കാർക്കുള്ളതുണ്ടല്ലോ. ചകിരിച്ചോറായതുകൊണ്ട് കുഴപ്പമുണ്ടല്ലോ. ചകിരിച്ചോറ് കുറച്ച് വാങ്ങാൻ പോയതാണ്. എന്തായാലും ആവശ്യം ഉണ്ടാവൂലേ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളു. അപ്പം വണ്ടിക്ക് ജീവണ്ടെങ്കിൽ അല്ല, ഇത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചീത്ത അറിയില്ല. ചെടിയൊന്നും കണ്ടില്ല. ചെടി ഉണ്ടാ? ചെടി വാങ്ങാൻ പിന്നെ അപ്പം അതാ ചട്ടികളൊക്കെ കണ്ടില്ലൊക്കെ എടുക്കണ്. ഇതൊക്കെ നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്തിരുന്നേന്ന്. പക്ഷെ നമ്മൾ മണ്ണ് ഇതൊരു സുഖമില്ലാത്തതുകൊണ്ടേ അപ്പം ഇനി ഒന്നും കൂടി ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്, എന്താവും എന്നുള്ളത് അറിയാം. അപ്പം ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. താളുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. എനർജി ഫുഡുകളാണ്. അപ്പം ഞങ്ങളിന്ന് പുറത്തുള്ള പണികളിലാണ്. അതൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഇത് കണ്ടില്ല ഒരു ചെടി, ഞങ്ങളെ ശരിക്കും ഒഴിവില്ലാത്ത ഇത് വയനാട് പോയപ്പോൾ വാങ്ങിയതാട്ടോ. ഇത് വലിയൊരു ചട്ടിയിലേക്ക് വെച്ചിട്ട് ഒരു കാലെടുത്ത് പടർത്താൻ, ഒരു വള്ളി പോലെയാണ്. അതിന് നേരെ അതിന് ഒരുങ്ങി നിൽക്കാത്തതുകൊണ്ടും ഈ രണ്ട് ചെടിമക്കും അവിടെ പോയിട്ട് വള്ളി പടർന്നിക്കണുണ്ടോ രണ്ടടീന്. ഇതാണ് അവസ്ഥ. അത് ഒഴിവ് പറഞ്ഞാൽ അയിമക്ക് അങ്ങോട്ട് നിന്നിട്ടില്ല. മൊത്തത്തിൽ ഈ ചട്ടികളൊക്കെ ഒന്നിച്ച് നിൽക്കാന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ നിന്നത്. ഇപ്പം ഇന്ന് ഏതായാലും അതിനായിട്ട് കൊണ്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഒന്നാമത് വെയിൽ തട്ടിക്കായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും ഒന്നും കൂടി നോക്കാം. പിന്നെ അതാ കാർപോർച്ചിൻ്റെ അവിടെയും അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് നേരാക്കാനുണ്ട്. അതൊക്കെ ഇതുപോലെ ഓരോ ചട്ടി കണ്ടില്ല, അതൊന്നും ഒരു സുഖത്തിലല്ല, വളം കറക്റ്റ് അല്ലാത്തതുകൊണ്ടോ
അപ്പോൾ ഒക്കെ ഒന്നും കൂടി നോക്കി ഉണ്ടാക്കി കൊണ്ടുവരാന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ചകിരിച്ചോറ് ഇങ്ങനെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. മറ്റേത് തന്നെ നൈസായിട്ടുള്ള വേറെതാണ്. എന്തായാലും നന്നിക്കണ് മണ്ണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ദാർപ്പായി ചെറുതായിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് ഇതിലിട്ട് മിക്സ് ആക്കുകയാണ് മണ്ണും ചകിരിച്ചോറും. എന്നിട്ട് ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ചെടികൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ഗാർഡനിലാണ്. വളപ്പൊടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു, ഉൾമുറിൻ്റെ ഉള്ളിൽ. പിന്നെ അപ്പോൾ അതാ മണ്ണും ഇതും കൂടി മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ ഇത് കള പറിക്കാനൊക്കെ ഉണ്ട്. കള അങ്ങനെ പറിക്കും. പിന്നെ അത് ആ പറമ്പിൽ നിന്ന് പൊടിയണ്ണീൻ്റെ ഇലൊക്കെ ഇങ്ങനെ പാറി വന്നിട്ട് എപ്പോഴും കച്ചറ ഇങ്ങനെ ആവും. എപ്പോഴും പെറുക്കണതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ വരികയാണ്. കള പറിക്കൽ പിന്നൊക്കെ റെഡിയാക്കാണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കിട്ടണ ബാക്കി വരുന്ന ചെടിയൊക്കെ ഇവിടെ ഇങ്ങനെ മുത്ത് കുറേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ ചട്ടിയിലേക്ക് ഇങ്ങോട്ട് മാറ്റാച്ചിട്ട് കിട്ടിയ ഓരോ ഇതിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി നല്ല ഉഷാറിൽ ഇങ്ങനെ ഉണ്ടായതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് വെക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതാണ് ഞങ്ങളെ ബാക്ക് സൈഡ്. ബാക്ക് പറഞ്ഞാൽ സൈഡ് വരുന്നത്. അപ്പോൾ ഇനി ഓരോന്ന് ചട്ടിയിൽ നിറച്ചിട്ട് കാണിച്ചു തരാം. അത് മിക്സ് ചെയ്യട്ടെ. ഞങ്ങളവിടെ വെയിലായപ്പോൾ ഞങ്ങൾ സ്ഥലം മാറ്റി. അപ്പോൾ അതാ വേപ്പും പിണ്ണാക്കും ചാണപ്പൊടിയും പിന്നെ അതെന്താണ് എല്ലുപൊടിയും പിന്നെ അതാ മണ്ണും ചകിരിച്ചോറും ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചട്ടികളൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പിന്നെ മണ്ണ് മാറ്റിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുണ്ട് ചട്ടികൾ. അവിടെ നിന്ന് ചെറിയ കുഞ്ഞ ചട്ടികളൊന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അവിടെ വെയിലായപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. എന്താ അമ്മിക്കുട്ടി ചാണം പൊടിക്കാണ്. ഇത് മെറ്റൽക്ക് ആവണ്ടാച്ചിട്ടേ ദാർപ്പായും ചാക്കൊക്കെ വിരിച്ചിട്ട് മണ്ണ്. മറ്റേത് മെറ്റലിലൊക്കെ ആകെ ചളി മണ്ണാവും. പൊടിഞ്ഞാ എനിക്ക് ഇതിലത്തൊക്കെ മണ്ണ് മാറ്റല മണ്ണ് ഒഴിവാക്കല പണിയിട്ടാ. ഇതൊക്കെ ഞാൻ വെറുതെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കായിരിക്കല്ലേ. ചട്ടിയൊക്കെ അവിടെ നിന്ന് കൊലയുമ്പോൾ നിങ്ങോട്ട് കൊടുന്ന് മണ്ണോടൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ച് പണിയുണ്ട്. ഇതാണ് മണക്കണില്ലേ തോന്നുന്നു. എന്താണ് എല്ലും പൊടിയാണ് മണക്കണമെന്നുണ്ട്. അതിൽ ഈ പിന്നെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കിനി കുറച്ച് മണ്ണ് കൂട്ടേണ്ടി വരില്ലേ. എന്തോ രണ്ടും ഓരോ ചട്ടിക്ക് മിക്സ് ആകാം. ഇതിലാവുമ്പോൾ എന്താ അറിയോ, കറക്റ്റ് മിക്സായി കിട്ടില്ല, കുറച്ചുള്ളൂ. ആയിക്കോട്ടെ. അപ്പം എല്ലാ ചട്ടിയിലത്തെ മണ്ണും മാറ്റി ഒഴിവാക്കിയിട്ട് അവിടെ ചെടികളൊക്കെ അതൊരു സൈഡിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മണ്ണില്ലാതെ ഇരിക്കുക. അതിൽ ഒന്നുണ്ട് മാറ്റാൻ. പിന്നെ അപ്പോൾ അത് മുത്തുക എല്ലാം കൂടി നിറച്ച് പകുതിയാക്കി വെച്ചിട്ട് ഇനി ചെടി വെച്ചിട്ട് പിന്നെ വെള്ളം പറഞ്ഞാൽ നിങ്ങളുടെ താവും ചെയ്യുമല്ലോ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ വെച്ചാൽ ഇതിൻ്റെ മേലൊക്കെ ഞാൻ വേപ്പുണ്ണാക്ക് മിക്സ് ചെയ്യണം. വേപ്പം പിണ്ണാക്കില്ലേ ഒന്നിച്ചിട്ടാകുമ്പോൾ മണ്ണ് വാഴക്കി വന്നാലേ അതല്ലെങ്കിൽ ചിലപ്പോൾ തികയാതായാലും പ്രശ്നമാണ്. അത് ശരിയാണ്. ചിലപ്പോൾ മണ്ണ് ബാക്കി വരാൻ ചാൻസ് എന്തായാലും ഉണ്ട്.
അല്ലേ പകുതി എടുത്തിട്ടില്ലല്ലോ. വലിയ ചട്ടികളൊക്കെ ആയില്ല. ആയി. ഇനി ചെടി വെച്ചിട്ട് കുറച്ചല്ലേ ഇടുള്ളൂ. ചട്ടി കുറഞ്ഞ ഇല്ലായിരിക്കണമെന്ന്. പിന്നെ 2 ചട്ടിയിൽ നമ്മൾ മാറ്റിയിട്ടില്ലല്ലോ മണ്ണ്. അത് അതിൽ നടക്കണില്ല. ഞാൻ അടുപ്പത്ത് മീൻ വെച്ചിരിക്കണേ. നമ്മളെ താളം കൂട്ടാനൊക്കെ റെഡി ആക്കണേ. അപ്പോൾ മീൻ മറിച്ചിടാൻ പോവാണ്. പോയാട്ടെ അടുക്കളയത്തെ അവസ്ഥ. മീൻ പൊരിക്കാനിതാ നമ്മളെ താളം കൂട്ടാനൊക്കെ റെഡി ആക്കുന്നതാ. തേങ്ങ അരച്ച് പാർന്ന് പൂളം നല്ലോണം ഉടഞ്ഞിട്ട് ഞങ്ങൾ ചട്ടിയിൽ മണ്ണും ചെടി നിറക്കലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. മീൻകറി ചെറിയ ചട്ടിയിലൊന്നും ചെടി ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഉള്ളത് വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിയിട്ടുണ്ട്. കുറേ മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കുത്തിയിട്ടുണ്ട്. പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഉള്ളത് തന്നെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ വലിയ ചട്ടിയൊക്കെ സിറ്റ് ഔട്ടിലേക്കുള്ളതാണ്. സിറ്റ് ഔട്ടിലുള്ളതൊക്കെ അങ്ങോട്ട് വെക്കണം. ഒക്കെ തുടച്ചിട്ട് വേണം വെക്കാനൊക്കെ. അതിൽ ചളിയുണ്ട്. പിന്നെ അകത്തേക്ക് വെക്കണതൊക്കെ കുഞ്ഞ് ചട്ടികളാണ്. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ തൽക്കാലം വെക്കാനാണ് പ്ലാന്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഒരു നേരെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ തട്ടാത്തതുകൊണ്ട് എങ്ങനെയായാലും ചിലപ്പോൾ മറക്കും വെയിലത്ത് വെക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് റെഡി ആയിട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒക്കെ നനച്ചെടുക്കണം. ഒക്കെ വൈകുന്നേരം ആയപ്പോഴേക്കിനൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഇനി എന്തായാലും ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് ഫ്രഷായിട്ട്. ഞങ്ങൾ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നതാ ചോറ് തിന്നാണ്. നേരം വൈകുന്നേരം അയക്കണ്. അപ്പോൾ ഇതാ ഞാൻ മീൻകറിയും പപ്പടം താളം കൂട്ടാനും മീൻ പൊരിച്ചതും അച്ചാറുമാണ്. മുത്തൂന് ഇതാ ഇതാണ് ചോറ് വേണ്ട, ഇങ്ങനെയാണ് തിന്നുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കാൻ വിചാരിച്ചു. സിറ്റ് ഔട്ടിൽ ചെടിയൊന്നുമില്ല. ചെടിയൊക്കെ നമ്മൾ അവിടെയാണ്. അപ്പോൾ വേണ്ട മുത്തു ഇങ്ങനെ തിന്നുക. മുത്തുവിന് ചോറിൻ്റെ ആവശ്യമില്ല. ചോറ് വേണ്ട. ചോറ് വളമ്പണ പോലെ കൂട്ടാൻ വളമ്പിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയല്ല, അതിലേക്ക് മീൻകറി ഒഴിച്ചാൽ രസമാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടം. ഫ്ലേവർ പോകും. എനിക്ക് ഈ താളം കൂട്ടാനിൽ മീൻകറി ഇഷ്ടമാണ്. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. രാവിലെ ചായ അടിച്ചിട്ട് ഇപ്പോഴാണ് തിന്നണത് വൈകുന്നേരം. പക്ഷെ വിശക്കണമൊന്നും അതിൻ്റെ ഒരു പണീൻ്റെ ഇതിലിങ്ങനെ ഇംഗ്ലീഷ് ചെയ്യുന്ന പോലെ സ്പൂണിട്ടാവുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.